ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു ലൈനിങ് ചൂരിദാറിന്റെ ഷോൾഡറും അതുപോലെ തന്നെ ആം ഹോൾ, ബോഡി ഷേപ്പ്, സ്ലീവിന്റെ ലൂസ് ഇതൊക്കെ നമ്മൾ ഓൾട്രേഷൻ ചെയ്തെടുക്കുന്ന വീഡിയോ ആണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമ്മുടെ അളവ് ചൂരിദാറാണിത്. ഈ ഒരു ചൂരിദാറിലാണ് നമ്മൾ ആൾട്രേഷൻ ചെയ്തെടുക്കുന്നത്. അപ്പോൾ നമുക്കിത് കണ്ടോ, ഇത് നമ്മുടെ ലൈനിങ് ഉള്ള ഒരു ടോപ്പാണിത് കണ്ടോ, ലൈനിങ് ഉള്ള ടോപ്പാണ്. ഈ ഒരു ടോപ്പിൻ്റെയാണ് നമ്മൾ ഷോൾഡറും അതുപോലെ തന്നെ ബോഡി അളവൊക്കെ നമ്മൾ ആം ഹോളൊക്കെ കുറച്ചെടുക്കുന്നത് ഈ ഒരു ടോപ്പിൻ്റെയാണ്. അപ്പോൾ നമുക്കതൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം എത്രയാണ് കൂടുതലുള്ളതെന്ന്. അപ്പോൾ നമ്മൾ ഈ ഒരു ടോപ്പിനെ നമ്മൾ ഇതുപോലെ നിവർത്തി വെക്കുന്നു. അതിനുശേഷം നമ്മുടെ അളവ് ചൂരിദാറിനെ നമ്മൾ ഇതുപോലെ വെച്ച് കൊടുക്കുക കണ്ടോ. അപ്പോൾ നമ്മുടെ നെക്കിൻ്റെ ഭാഗമൊക്കെ നമുക്ക് കറക്റ്റാണ്. അതുപോലെ തന്നെ നമുക്ക് ലെങ്ത് നമുക്കൊരു 1/2 ഇഞ്ച് വ്യത്യാസമേ ഉള്ളൂ. അത് നമ്മൾ കുറച്ചെടുക്കുന്നില്ല, ആ അളവ് തന്നെ കൊടുക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ ഇവിടെ കണ്ടോ, നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗമൊക്കെ നമുക്ക് കറക്റ്റാണ്. എന്നാൽ നമുക്കിവിടെ ഷോൾഡർ കണ്ടോ, ഈ ഒരു അളവ് ചൂരിദാറിൻ്റെ ഷോൾഡറും നമുക്ക് കണ്ടോ ഇവിടെ വരെ മാത്രമേ ഉള്ളൂ അളവ് ചൂരിദാറിൻ്റെ. എന്നാൽ നമുക്ക് ഈ ഒരു ചൂരിദാറിന് നമുക്ക് ഇവിടെയാണ് നമ്മുടെ ഷോൾഡർ ഉള്ളത്. അപ്പോൾ നമുക്ക് 1 ഇഞ്ചോളം ഒരു സൈഡിൽ തന്നെ നമുക്കിത് കൂടുതലാണുള്ളത്. അപ്പോൾ നമുക്കതൊക്കെ ഒന്ന് കറക്റ്റ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ ആദ്യം ഈ ഒരു ടോപ്പിനെ ഇതുപോലെ മറിച്ചിടുന്നു. മറിച്ചിട്ടതിന് ശേഷം നമ്മുടെ ഈ ഒരു സ്ലീവിനെ നമ്മൾ ഇവിടെ നിന്ന് അഴിച്ച് മാറ്റുകയാണ് കേട്ടോ. ഇവിടെ നിന്ന് സ്ലീവിനെ ഇതുപോലെ അഴിച്ചു മാറ്റും. നമുക്ക് റെഡിമെയ്ഡ് ടോപ്പൊക്കെ ആണെങ്കിൽ നമുക്കിത് വേഗത്തിൽ ഇത് അഴിച്ചെടുക്കാൻ കഴിയും. പിന്നിപ്പോകാതെ ശ്രദ്ധിക്കുക സ്ലീവിൻ്റെ ഭാഗമൊക്കെ. അപ്പോൾ നമ്മൾ ഇതുപോലെ കണ്ടോ, നമ്മൾ ഒരു സ്ലീവ് നമ്മൾ അഴിച്ചെടുത്ത് കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സ്ലീവിനെ ഇതുപോലെ കണ്ടോ, ഈ ഒരു ഭാഗവും നമ്മൾ കണ്ടോ ഇതുപോലെ സ്ലീവിനെ നിവർത്തി വെക്കുന്നു. നമുക്ക് ഇതുപോലെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവ് നമുക്ക് അഴിച്ചെടുക്കാം കണ്ടോ. നമ്മുടെ 2 സ്ലീവ് നമ്മൾ അഴിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇത് കണ്ടു, ഇതാണ് നമ്മുടെ സ്ലീവ് വരുന്നത്. നമ്മുടെ 2 സ്ലീവുമാണ് ഇതുള്ളത്. ഇനി നമുക്ക് ഈ ഒരു ടോപ്പിൻ്റെ അളവ് നമുക്കൊന്ന് കറക്റ്റ് ചെയ്യണം. അപ്പോൾ അതിന് വേണ്ടി നമ്മൾ ഈ ഒരു ടോപ്പിനെ ഇതുപോലെ നല്ലവണ്ണം നിവർത്തി വെച്ച ശേഷം നേർപകുതിയിലൂടെ ഇതുപോലെ മടക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെ മടക്കിയെടുത്ത് നമ്മുടെ ഇവിടെ നമ്മുടെ ഈ ഒരു ഷോൾഡർ ഭാഗമൊക്കെ കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. എല്ലാ സ്ഥലത്തും കറക്റ്റ് ചെയ്ത് ഇതുപോലെ വെച്ചതിന് ശേഷം നമ്മുടെ ടോപ്പിനെ, നമ്മുടെ അളവ് ടോപ്പിനെ നമ്മൾ അതേ രീതിയിൽ നേർപകുതിയിലൂടെ മടക്കിയെടുക്കുക കേട്ടോ. ഇതുപോലെ നേർപകുതിയിലൂടെ അളവ് ടോപ്പിനെയും ഇതുപോലെ മടക്കിയെടുത്ത് നമ്മുടെ ഈ ഒരു നെക്കിൻ്റെ ഭാഗം, നമ്മുടെ ഷോൾഡർ ഭാഗമൊക്കെ നമുക്ക് കറക്റ്റ് ചെയ്ത് വെക്കുക കേട്ടോ. ഇതുപോലെ എല്ലാ ഭാഗവും നമ്മുടെ സെൻറ്റർ ഭാഗത്തിനനുസരിച്ച് നേർപകുതി മടക്കിയെടുത്ത് ആ ഒരു അളവിനനുസരിച്ച് ഈ ഒരു സൈഡ് ഭാഗമൊക്കെ ഇതുപോലെ വെക്കുക കേട്ടോ. നമുക്ക് സൈഡ് ഭാഗങ്ങളൊക്കെ നമുക്ക് നല്ലവണ്ണം കൂടുതലുണ്ട്. ഇനി നമ്മൾ ഇവിടെ നമ്മുടെ ഈ ഒരു ഷോൾഡറിൻ്റെ ഭാഗത്ത് നമ്മുടെ ഈ ഒരു സ്ലീവ് ഫിറ്റ് ചെയ്ത ഭാഗമില്ലേ, നമ്മുടെ ഷോൾഡർ പീസും സ്ലീവും വരുന്ന ആ ഒരു സ്റ്റിച്ചിങ്ങിൻ്റെ ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ഒരു മാർക്കിങ് കൊടുക്കുക കണ്ടോ. അതുപോലെ തന്നെ നമുക്ക് ഇവിടെ ഈ ഒരു സ്റ്റിച്ച് വരുന്ന ആ ഒരു മാർക്കിലും കണ്ടോ ഇതുപോലൊരു മാർക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇവിടെ നിന്ന് ഇതുപോലെ അല്പം നമ്മുടെ ഈ ഒരു ടോപ്പിന്, നമ്മുടെ അളവ് ടോപ്പിനെ ഇതുപോലെ വെച്ച് നമ്മൾ കണ്ടോ ആ ഒരു സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ ഡോട്ട്സ് ഇട്ടുകൊണ്ട് ഇതുപോലെ വരഞ്ഞെടുക്കുക കണ്ടോ. നമുക്ക് ആ ഒരു അളവിന് കറക്റ്റായിട്ട് തന്നെ നമുക്ക് കിട്ടിയതാണോ, നമ്മുടെ തോൾ വശത്ത് മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു അളവിന് കറക്റ്റായിട്ട് തന്നെ. ഇനി നമ്മൾ അതിന് ശേഷം ഒരു 1/2 ഇഞ്ച് നമ്മുടെ തയ്യൽ തുമ്പ് വെച്ച് നമ്മൾ വീണ്ടും ഒരു മാർക്കിങ് കൊടുക്കുക കണ്ടോ. ഇതുപോലെ തയ്യൽ തുമ്പ് വെച്ച് ഇതുപോലെ മാർക്കിങ് കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ ഇതുപോലെ നേരത്തെ വെച്ചതുപോലെ കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മുടെ ബോഡിയുടെ അളവിന്, നമ്മുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് ഇതുപോലെ വരയും കേട്ടോ. ഇതുപോലെ വരയുന്നു. ഇവിടെയാണ് നമ്മുടെ ഓപ്പൺ വരുന്നത്, നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം ഇവിടെയാണ് ഓപ്പൺ വരുന്നത്. അവിടെ നമ്മളൊരു മാർക്ക് ചെയ്ത് കൊടുക്കുന്നു. എന്നിട്ട് നമ്മൾ അതിന് ശേഷം നമ്മൾ ഇവിടെയൊക്കെ ഒരു അല്പം തയ്യൽ തുമ്പ് കൊടുക്കുക. നമുക്കിത് 1 ഇഞ്ച് 1.25 ഇഞ്ചൊക്കെ കൊടുക്കാവുന്നതാണ് തയ്യൽ തുമ്പ്. ഇനി നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ബോട്ടം ഭാഗത്തേക്കും കറക്റ്റ് വെച്ച് കൊടുത്ത് നമ്മുടെ എത്രയാണോ നമ്മുടെ അളവ് ചുരിദാറിനുള്ളത് അതിനനുസരിച്ച് മാർക്ക് ചെയ്ത് ആ ഒരു ഭാഗത്ത് നമ്മൾ ഇതുപോലെ തന്നെ തയ്യൽ തുമ്പ് കൊടുക്കും. ഇവിടെ നമ്മൾ 1 ഇഞ്ച് കൊടുത്താൽ മതി തയ്യൽ തുമ്പ് കേട്ടോ. അപ്പോൾ നമ്മളിത് മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമുക്ക് ലൈനിങ് ടോപ്പാണ്, അപ്പോൾ ശ്രദ്ധിച്ച് നമ്മൾ കട്ട് ചെയ്യണം.
ഇനി നമ്മൾ ഇവിടെ 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്തിട്ടുള്ള ആ ഒരു മാർക്കിൽ കൂടി ഇതുപോലെ കട്ട് ചെയ്തെടുക്കുന്നു. നമ്മളിനി ഈ ഒരു ഭാഗവും കണ്ടോ, ഇവിടെയൊക്കെ നമുക്ക് നല്ലവണ്ണം കൂടുതലുണ്ട്, അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് മാറ്റുകയാണ്. കണ്ടോ, ഇതുപോലെ താഴോട്ടേക്ക്. അപ്പോൾ നമ്മളിത് കട്ട് ചെയ്ത് മാറ്റി കേട്ടോ. ഇനി നമ്മൾ ഇവിടെയും അതുപോലെ തന്നെ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗത്തും നമ്മളൊരു മാർക്കിംഗ് കൊടുക്കുക കേട്ടോ. ഇതുപോലൊരു മാർക്കിംഗ് കൊടുത്ത് നമ്മളിനി ഈ ഒരു ടോപ്പിനെ നേരെ വെച്ച് ഈ ഒരു മാർക്ക് ചെയ്ത ഭാഗമില്ലേ, ആ ഒരു ഭാഗം നമ്മൾ ഇതുപോലെ നേർപകുതിയായി വീണ്ടും ഈ ഒരു ഭാഗത്തേക്ക് മടക്കി കൊടുക്കുക. അപ്പോൾ ഈ ഒരു ഭാഗത്തേക്ക് നേർപകുതിയായി മടക്കി കൊടുത്ത് നമ്മുടെ ഈ ഒരു സൈഡ് ഭാഗമൊക്കെ കറക്റ്റ് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ ഒന്ന് തട്ടിക്കൊടുത്താൽ നമുക്ക് ഈ ഒരു ഭാഗത്ത് മാർക്ക് ചെയ്തിട്ടുള്ള മാർക്കിങ്ങിൻ്റെ ട്രേസിങ് കണ്ടോ, നമ്മുടെ രണ്ടാമത്തെ ഭാഗത്തും കിട്ടുന്നത് കണ്ടോ. അപ്പോൾ നമുക്ക് അതുപോലെ വരഞ്ഞു കൊടുത്താൽ നമുക്ക് തയ്ക്കുന്ന സമയത്ത് എളുപ്പത്തിൽ നമുക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ പറ്റും കണ്ടോ. നമുക്ക് ബോഡി അളവൊന്നും ചെക്ക് ചെയ്യേണ്ടി വരില്ല, നമുക്ക് കറക്റ്റായിട്ട് കിട്ടും. അപ്പോൾ നമ്മുടെ രണ്ട് സൈഡിൽ നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ഒരു സൈഡ് മാർക്ക് ചെയ്തു. ഇനി നമുക്ക് ലൈനിങ് ടോപ്പാണ്, അതുകൊണ്ട് തന്നെ നമുക്ക് ഇവിടെയൊക്കെ നമ്മുടെ ഓരോ ഭാഗത്തിനും നമുക്ക് ഇവിടെ ഒന്ന് പിൻ ചെയ്ത് കൊടുക്കാം. കാരണം ലൈനിങ് തമ്മിൽ തെന്നി മാറിപ്പോകും. അത് കറക്റ്റ് ചെയ്യാൻ വേണ്ടി ഇതുപോലെ നമ്മുടെ ഫ്രണ്ട് ഭാഗത്തും അതുപോലെ തന്നെ ഇതുണ്ടോ, ഇത് നമ്മുടെ ഫ്രണ്ട് ഭാഗം മാത്രമേ ഇതുപോലെ പിൻ ചെയ്ത് കൊടുക്കാവൂ. അതുപോലെ തന്നെ ബാക്ക് ഭാഗത്തെ വേറൊരു ഭാഗത്തും നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. രണ്ടും കൂട്ടി ചെയ്തെടുക്കാൻ പാടില്ല. ഇതുപോലെ വെച്ച് നമ്മുടെ ബാക്ക് ഭാഗം കണ്ടോ, ബാക്ക് ഭാഗം നമ്മുടെ ലൈനിങ് തെന്നിമാറി പോകുന്നത് കൊണ്ട് മാത്രം ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. ഇനി നമ്മൾ ഈ ഒരു ടോപ്പിനെ ഇതുപോലെ വെച്ച് കണ്ടോ, ഈ ഒരു ഭാഗം ഇതുപോലെ വെക്കുക കണ്ടോ. ഇപ്പം നമ്മുടെ ഫ്രണ്ട് ഭാഗവും നമുക്ക് ഒരേ സൈഡിൽ വരുന്ന രീതിയിലാണ് നമ്മൾ ഇതുപോലെ ഫോൾഡ് ചെയ്തിരിക്കുന്നത് കണ്ടോ. ഇനി നമ്മൾ ഇവിടെ നിന്ന് നമ്മുടെ ഫ്രണ്ട് പീസിൻ്റെ കൈക്കുഴിയിൽ നിന്ന് മാത്രം അല്പം ഒരു പീസ് കട്ട് ചെയ്ത് മാറ്റുന്നു കണ്ടോ. ഫ്രണ്ട് കൈക്കുഴിയിൽ നിന്ന് ഇതുപോലെ ഒരു പീസ് കുഴിച്ച് കട്ട് ചെയ്യുന്നു കേട്ടോ. ഇതുപോലെ കട്ട് ചെയ്യുന്നു. അപ്പോൾ നമ്മുടെ ബോഡിയുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് സ്ലീവാണ് മാർക്ക് ചെയ്യേണ്ടത്. അപ്പോൾ സ്ലീവിനെ നമ്മൾ ഇതുപോലെ രണ്ട് സ്ലീവും ഇതുപോലെ വെച്ച് നേർപകുതിയായി ഇതിനെ മടക്കിയെടുക്കുക. ഇതുപോലെ മടക്കിയെടുത്ത് ഇനി നമുക്ക് സ്ലീവിൻ്റെ മാർക്കിങ് ചെയ്യണം. അപ്പോൾ നമ്മുടെ ഈ ഒരു അളവ് ടോപ്പ് വെച്ച് അളവിൻ്റെ ചുരിദാർ വെച്ച് നമ്മുടെ സ്ലീവിൻ്റെ ഭാഗമൊക്കെ നമുക്കൊന്ന് കറക്റ്റ് ഇതുപോലെ വെച്ചതിന് ശേഷം നമുക്കിത് മാർക്ക് ചെയ്ത് കൊടുക്കാം. ഇവിടെ നമ്മൾ ആ ഒരു സ്റ്റിച്ച് ചെയ്ത ആ ഒരു ഭാഗമില്ലേ, അപ്പോൾ നമ്മൾ ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മൾ ഇവിടെയും മാർക്ക് ചെയ്തിട്ടുണ്ട്, ഇവിടെയും ഷോൾഡർ ഭാഗത്തും മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിത് കണ്ടോ, ഈ ഒരു ഭാഗമില്ലേ, ഇത് നമുക്ക് ബാക്ക് വശമായിരിക്കണം. അങ്ങനെ ഇത് നമുക്ക് ഫ്രണ്ട് വശം മുകളിൽ വരുന്ന രീതിയിൽ വെച്ചാൽ നമുക്ക് ബാക്ക് വശം ഇവിടെ കിട്ടും. അതായത് നമ്മുടെ ബാക്ക് വശത്തിൻ്റെ മാർക്കിങ് നമുക്ക് കറക്റ്റ് ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രണ്ട് വശം നമ്മളെപ്പോഴും കുഴിച്ച് കട്ട് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ നമുക്ക് ആ ഒരു ഷേപ്പിൽ കട്ട് ചെയ്തെടുത്താൽ നമ്മുടെ ബാക്ക് ഭാഗത്തിൻ്റെ അളവ് മാറിപ്പോകും. അപ്പോൾ നമ്മൾ ഇതുപോലെ ബാക്ക് ഭാഗം ഇവിടെ വെച്ചിട്ടാണ് നമ്മളത് കറക്റ്റ് മാർക്ക് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഇതുപോലെ എന്നാൽ മാത്രമേ നമുക്ക് ആ ഒരു ഷേപ്പിൽ കറക്റ്റായിട്ട് കിട്ടുകയുള്ളൂ അല്ലോ. ഇതുപോലെ ഷേപ്പ് ചെയ്തെടുക്കും. ഇനി നമ്മൾ ഇവിടെ നിന്ന് കേട്ടോ നമ്മുടെ ആ ഒരു അളവിനനുസരിച്ച് നമ്മുടെ ആ ഒരു ഷേപ്പിനനുസരിച്ച് ഇതുപോലെ കേട്ടോ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കും. ഇവിടെ നമ്മൾ അതുപോലെ നമ്മൾ ബോഡിയിൽ കൊടുത്തിട്ടുള്ള അതേ തയ്യൽ തുമ്പ് തന്നെ ഇവിടെയും കൊടുക്കുന്നു. ഇനി നമ്മൾ ഇവിടെ നിന്ന് ഒരു 1/2 ഇഞ്ച് വിട്ടിട്ടാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. കാരണം നമുക്ക് തയ്യൽ തുമ്പ് വേണം സ്ലീവിൻ്റെ ഭാഗത്ത്. മാർക്കിംഗ് നമ്മുടെ കറക്റ്റായിട്ടാണ് ചെയ്തത്. അപ്പോൾ സ്ലീവിൻ്റെ ഭാഗത്ത് 1/2 ഇഞ്ച് തയ്യൽ തുമ്പ് കൊടുത്ത് നമ്മളിത് കട്ട് ചെയ്തെടുക്കുക. ഇനി നമ്മൾ ഇവിടെ ഒരു മാർക്കിംഗ് കൊടുക്കുന്നു. സെൻറ്റർ ഭാഗത്ത് നമ്മളൊരു മാർക്കിംഗ് കൊടുത്ത് സ്ലീവിനെ ഇതുപോലെ നിവർത്തി വെച്ചതിന് ശേഷം നമ്മുടെ ഫ്രണ്ട് കൈക്കൂലിയിൽ നിന്ന് ഇതുപോലൊരു പീസ് നമ്മളിങ്ങനെ കുഴിച്ച് കട്ട് ചെയ്യുന്നു കേട്ടോ. ഇതുപോലെ കേട്ടോ കുഴിച്ച് കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ സ്ലീവിൻ്റെ കട്ടിങ്ങും നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കിത് സ്റ്റിച്ചിങ് ചെയ്യുകയാണ് വേണ്ടത് കേട്ടോ. ഇത് നമ്മൾ ഇവിടെ ചെറിയൊരു ഷേപ്പ് കിട്ടാൻ വേണ്ടി മാത്രം നമ്മുടെ ബാക്ക് പീസിൽ നിന്ന് ചെറിയൊരു പീസ് കട്ട് ചെയ്ത് മാറ്റിയതാണ്. അപ്പോൾ നമുക്കിനിത് സ്റ്റിച്ചിങ് ചെയ്യാം.
അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ആദ്യം നമ്മളിവിടെ ലൈനിങ് പീസ് നമ്മുടെ ബോഡി പാർട്ട് തമ്മിൽ കൂട്ടി ഒന്ന് തയ്ച്ചെടുക്കണം കേട്ടോ. നമ്മുടെ സ്റ്റിച്ചിങ് നമ്മുടെ ലൈനിങ് ചുരിദാറൊക്കെ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്തൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ച് കാണും. ആദ്യം നമ്മൾ ഈ ഒരു ലൈനിങ് പീസും നമ്മുടെ ചുരിദാറിൻ്റെ പീസും തമ്മിൽ കൂട്ടി ഇതുപോലെ സൈഡ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമ്മൾ ഇതുപോലെ എല്ലാ സ്ഥലത്തും നമ്മളിവിടെയൊക്കെ ഒന്ന് പിൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ പിൻ ചെയ്ത് കൊടുത്താൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടുമില്ലാതെ നമുക്കിത് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ കഴിയും കേട്ടോ. ഇതുപോലെ നമ്മുടെ ആം ഹോളിൻ്റെ ഭാഗമൊക്കെ കറക്റ്റ് നമ്മൾ ഇതുപോലെ വെച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമ്മളിവിടെ നിന്ന് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് നമ്മുടെ ഫ്രണ്ട് ഭാഗവും ബാക്ക് ഭാഗവും നമ്മളിത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഇതേപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡും കേട്ടോ. രണ്ടാമത്തെ സൈഡും നമ്മൾ അതുപോലെ തന്നെ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. നമ്മുടെ ബാക്ക് ഭാഗം തുടങ്ങി ഫ്രണ്ട് ഭാഗത്തേക്ക്. ഇനി നമുക്ക് സ്ലീവ് ഫിറ്റ് ചെയ്യണം. അതിനുവേണ്ടി ആദ്യം നമ്മൾ ഇതുപോലൊരു മാർക്കിംഗ് കൊടുക്കും. സ്ലീവിൻ്റെ മാർക്കിങ്ങിൽ കൂടി ഇതുപോലൊരു മാർക്കിംഗ് കൊടുത്ത് നമ്മുടെ സ്ലീവിനെ നമ്മൾ ഇതുപോലെ വെച്ച് രണ്ടാമത്തെ സ്ലീവിൻ്റെ ഉൾവശത്ത് ഇതുപോലെ വെച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ ഇവിടെ സൈഡ് വശമൊക്കെ കറക്റ്റ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ ഇതുപോലെ തട്ടിക്കൊടുത്താൽ നമുക്ക് കണ്ടോ മാർക്കിംഗ് കിട്ടിയത് കണ്ടോ. അപ്പോൾ നമുക്ക് ബോഡി മാർക്കിങ്ങിൽ കിട്ടിയതുപോലെ തന്നെ സ്ലീവിനും കിട്ടി. അപ്പോൾ തയ്ക്കുന്ന സമയത്ത് നമുക്ക് എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ കഴിയും. ഇനി നമ്മളിവിടെ നമ്മുടെ ഫ്രണ്ട് ഭാഗം നമുക്കൊന്ന് മനസ്സിലാകുവാൻ വേണ്ടി ഇവിടെ നമുക്കൊരു കട്ടിങ് കൊടുക്കാം കേട്ടോ. ചെറിയൊരു മാർക്കിംഗ് കൊടുക്കാം. നമുക്കത് മനസ്സിലാക്കിയെടുക്കാൻ വേണ്ടി മാത്രമാണ്. ഇനി നമ്മുടെ സ്ലീവിൻ്റെ ഫ്രണ്ട് വശം കേട്ടോ ഇതുപോലെ വെക്കാം കേട്ടോ. നമ്മുടെ മാർക്ക് വരുന്നത് ഫ്രണ്ട് വശത്താണ്. ഇതുപോലെ വെച്ച് കൊടുത്ത് ഇനി നമ്മുടെ ബോഡിയുടെ ഫ്രണ്ട് വശം കേട്ടോ. നമ്മുടെ ഫ്രണ്ട് വശം സ്ലീവിൻ്റെ ഫ്രണ്ട് വശത്തേക്ക് വെച്ച് കൊടുത്ത് നമ്മുടെ ഇവിടെ സെൻറ്റർ ഭാഗം കറക്റ്റ് നമ്മുടെ ഷോൾഡറിൻ്റെ സെൻറ്റർ ഭാഗം കറക്റ്റ് വെച്ച് ഇവിടെ നിന്ന് നമ്മളത് സ്റ്റിച്ച് ചെയ്ത് തുടങ്ങുന്നു കണ്ടോ. ഇതുപോലെ വെച്ച് കറക്റ്റ് നമ്മുടെ ഈ ഒരു ബാക്ക് ഭാഗത്തേക്കാണ് നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് വരുന്നത്. ഷോൾഡറിൻ്റെ ഭാഗത്ത് നിന്ന് തുടങ്ങി ഇവിടെ കണ്ടോ കറക്റ്റ് അപ്പോൾ നമ്മുടെ ആ ഒരു അളവിലൊക്കെ കട്ട് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കറക്റ്റ് മാർക്കിങ്ങിൽ തന്നെ നമുക്കിത് കിട്ടും. ഇനി നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡ് നമ്മുടെ ഫ്രണ്ട് വശം നമ്മൾ അതുപോലെ തന്നെ തയ്ച്ചെടുക്കുന്നു കേട്ടോ. ഇവിടെയൊക്കെ നമുക്കത് കറക്റ്റായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു സ്റ്റിച്ചിൻ്റെ മുകളിൽ കൂടി ഒരു സ്റ്റിച്ച് കൂടി കൊടുക്കാം കേട്ടോ. സ്റ്റിച്ച് ചെയ്തിട്ടുള്ള ആ ഒരു സ്ലീവിൻ്റെ ആം ഹോളിൽ കൂടി തന്നെയാണ് ഒരു സ്റ്റിച്ച് കൂടി നമ്മൾ കൊടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് രണ്ടാമത്തെ സ്ലീവിൻ്റെ ഫ്രണ്ട് വശം കണ്ടോ ഇതാണ്. അതിന് നമുക്ക് ഇതുപോലെ വെച്ച് നമ്മുടെ ആദ്യത്തെ പാർട്ട് നമ്മുടെ സ്ലീവിൽ എങ്ങനെയാണോ സ്ലീവ് ഫിറ്റ് ചെയ്തത് അതേപോലെ തന്നെ നമുക്കിവിടെ രണ്ടാമത്തെ സൈഡിലും നമ്മളത് സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ. ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. നമ്മൾ രണ്ട് സ്ലീവ് നമ്മൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ഓവർലോക്കൊക്കെ ചെയ്യാനുള്ള സൗകര്യമുണ്ടെങ്കിൽ നിങ്ങൾക്കിത് ഓവർലോക്ക് ചെയ്തെടുക്കാം. ഈ ഒരു ഭാഗം നമുക്ക് ഓവർലോക്ക് ചെയ്തെടുക്കാം. ഇനി നമുക്കിത് നമ്മുടെ സൈഡ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. നമ്മൾ ഇതുപോലെ പിടിച്ച് നമ്മുടെ സ്ലീവിനെ ഇതുപോലെ വെച്ച് കണ്ടോ. നമ്മുടെ ആ ഒരു മാർക്ക് ഉള്ളത് കൊണ്ട് തന്നെ നമുക്കൊന്നും ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു മാർക്കിൽ കൂടി നമ്മൾ കറക്റ്റ് നമ്മൾ തയ്ച്ചെടുത്താൽ മതി കണ്ടോ. സ്ലീവിൻ്റെ മാർക്കിംഗ് ഉണ്ട്, അതുപോലെ തന്നെ ആം ഹോളിൻ്റെ ഭാഗത്തുള്ള മാർക്കിങ്ങും നമുക്ക് കറക്റ്റായിട്ട് ഉണ്ട്. ഇനി നമ്മൾ ഇതുപോലെ വെച്ച് ആ ഒരു ബോഡി ഷേപ്പിനനുസരിച്ച് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കണ്ടോ. ഇതുപോലെ വെച്ച് നമ്മുടെ ഈ ഒരു സ്ലിറ്റിൻ്റെ ഭാഗം വരെ കണ്ടോ, ഈ ഒരു ഓപ്പണിൻ്റെ മാർക്ക് ചെയ്തിട്ടുള്ള ആ ഒരു ഭാഗം കണ്ടോ, ആ ഒരു മാർക്ക് വരെ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി നമുക്ക് രണ്ടാമത്തെ സൈഡ് നമ്മുടെ ഈ ഒരു ഓപ്പണിൻ്റെ ഭാഗത്ത് നിന്ന് ഇതുപോലെ തുടങ്ങുന്നു കേട്ടോ. നമ്മുടെ ആ ഒരു മാർക്ക് ചെയ്തതിൻ്റെ ഗുണം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മൾ ആദ്യത്തെ ഭാഗത്ത് നമുക്ക് കയ്യിലും അതുപോലെ തന്നെ ബോഡിയിലും നമുക്ക് മാർക്കിംഗ് കിട്ടി. അതുപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡിലും കണ്ടോ കറക്റ്റ് നമ്മുടെ ബോഡി അളവിനും അതുപോലെ തന്നെ സ്ലീവിനും മാർക്കിംഗ് കണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് തയ്ച്ചെടുക്കാൻ എളുപ്പത്തിൽ തയ്ച്ചെടുക്കാൻ കഴിയും. ഇനി നമുക്ക് ഒരു 1-2 സ്റ്റിച്ച് കൂടി എക്സ്ട്രാ കൊടുക്കാവുന്നതാണ്. നമ്മൾ ഇവിടെ നിന്ന് തുടങ്ങി നമ്മളൊരു പ്രഷർ വുഡിൻ്റെ വീതിയിലാണ് നമ്മൾ ഈ ഒരു സ്റ്റിച്ചിങ് കൊടുക്കുന്നത് കണ്ടോ. ഇതുപോലെ ഒരു സ്റ്റിച്ച് കൊടുക്കുന്നു. ഇനി നിങ്ങൾക്ക് ഇവിടെ കണ്ടോ ഈ ഒരു സൈഡ് ഭാഗത്ത് നിങ്ങൾക്ക് ഓവർലോക്ക് ചെയ്യാനുള്ള സൗകര്യമൊന്നുമില്ലെങ്കിൽ നിങ്ങൾക്ക് ഏത് തുണിയിലായാലും ഇതുപോലെ ചെറിയ ചെറിയ കട്ടിങ്ങുകൾ കൊടുത്താൽ മതി കണ്ടോ. അപ്പോൾ നൂലൊന്നും വലിഞ്ഞു പോകാതെ നിങ്ങൾക്ക് നല്ല വൃത്തിയോടുകൂടി അതവിടെ കിട്ടും
കേട്ടോ. ഇതുപോലെ നമ്മുടെ രണ്ട് സൈഡിലും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. നമ്മുടെ ഈ ഒരു സ്ലിറ്റ് ഭാഗം നമ്മൾ സ്റ്റിച്ച് ചെയ്യുകയാണ്. അപ്പോൾ നമ്മുടെ ഇവിടെ ബോട്ടം ഭാഗത്ത് നിന്ന് ആദ്യം ഉൾവശത്തേക്ക് ഒരു മടക്ക് മടക്കി വീണ്ടും ഒരു മടക്ക് കൂടി മടക്കിയിട്ടാണ് നമ്മളിത് സ്റ്റിച്ച് ചെയ്യുന്നത്. ഇനി നമുക്ക് ഇതുപോലെ നമുക്ക് ആവശ്യമനുസരിച്ചുള്ള വീതിയിൽ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കേട്ടോ, ഇവിടെ നമ്മൾ രണ്ട് ഭാഗത്തേക്ക് നേർപകുതിയായി ഇതുപോലെ സ്ലിറ്റിൻ്റെ ഭാഗം മടക്കി വെച്ച് കേട്ടോ ഇവിടെ നിന്ന് ഇതുപോലെ മടക്കി ഇവിടെ നിന്ന് താഴോട്ടേക്കും സ്റ്റിച്ച് ചെയ്തെടുക്കുക. കേട്ടോ, ഇതുപോലെ എല്ലാ സ്ഥലത്തും ഒരേ വീതിയിൽ മടക്കി ഇതുപോലെ സ്റ്റിച്ച് ചെയ്യുന്നു. കേട്ടോ, ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെ ഒരു സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് അതേപോലെ തന്നെ നമ്മുടെ രണ്ടാമത്തെ സൈഡും നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുന്നു. കേട്ടോ, അപ്പോൾ നമ്മുടെ ഈ ഒരു സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ചുരിദാർ നമ്മുടെ അളവ് ചുരിദാറുമായി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അപ്പോൾ നമ്മളതിൻ്റെ മുകളിലായി നമ്മൾ ഇതുപോലെ വെച്ച് നോക്കും. നമ്മുടെ ഇവിടെ ഓപ്പൺ ഭാഗം കണ്ടോ, നമ്മുടെ സ്ലിറ്റിൻ്റെ ഭാഗം ഈ ഒരു ഭാഗവും നമ്മുടെ ഈ ഒരു സൈഡൊക്കെ നമുക്കത് കറക്റ്റാണ്. കണ്ടോ, കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബോഡി അളവിനും നമ്മുടെ ബോഡി ഷേപ്പും ഒക്കെ കറക്റ്റാണ്. കേട്ടോ, നമ്മുടെ ആ ബോഡി അളവിനനുസരിച്ച് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മളിവിടെ കണ്ടോ നമ്മുടെ ഷോൾഡറും കറക്റ്റായിട്ട് കിട്ടിയിട്ടുണ്ട്. ആം ഹോളും കണ്ടോ കറക്റ്റായിട്ടാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. സ്ലീവിൻ്റെ ഭാഗവും നമുക്ക് കറക്റ്റാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ചെയ്തെടുക്കാൻ കഴിയും. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം.